ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ 32ാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് കമൻറ്റിലൂടെ അറിയിക്കണം എന്നെ. ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ ഈസി ആയിട്ട് പരിപ്പ് വട നമ്മൾ വീട്ടിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ ശരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരു പോസ് ചെയ്ത് വെച്ചൊരു ഫോൺ വന്നത് അതെല്ലാം കട്ടായിടുച്ച്. ശരി, ഇപ്പം ഞാൻ അരച്ചെടുത്ത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ ചേർത്തതെന്ന് മാത്രം പറയാം. ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് നല്ല വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിർത്തത്. ആ കുതിർക്കുമ്പോൾ തന്നെ ഞാൻ അതിൽ തന്നെ ഉണക്കമുളകും ഒരു 3 ഉണക്കമുളകും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഉപ്പ് ഇത് ചേർത്തിട്ട് ഞാൻ അധികം വെള്ളമില്ലാതെ അരച്ചെടുത്താണ്. അപ്പോൾ ഈ മസാല ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോണത് കുറച്ച് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുനുകുനാന്ന് അരിഞ്ഞത്. നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്നു പോയി, ഇത് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് ചേർക്കണത്. അപ്പോൾ വലിയ ഉള്ളി ഒരു 2 ചെറിയ വലിയ ഉള്ളി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ പോണത് കുറച്ച് കറിവേപ്പില നിങ്ങളൊന്ന് ഇങ്ങനെ എടുത്തിട്ട് നല്ല కొంచెం ചെറുതാക്കിയിട്ട് പിച്ചിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ എന്താ വെച്ചാൽ വായിലെല്ലാം കുത്താതെ നല്ല നമുക്കൊരു ഫ്രീ ആയിട്ടുണ്ടാകും കുറച്ചുകൂടി കഴിക്കുമ്പോൾ. അപ്പോൾ അതേമാതിരി അങ്ങനെ ചെയ്തിട്ടാൽ മതി. ഇത് മതി കറിവേപ്പില. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ മല്ലിയില ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. മല്ലിയില നിങ്ങൾ എത്ര ഉണ്ടെങ്കിൽ കയ്യിലിട്ട് ചേർക്കാം, നല്ലതാണത്. അത്രയും ചേർക്കണം. ഇതിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. കുറച്ച് നമ്മൾ എന്തിലേക്കാണ് മഞ്ഞൾപ്പൊടി ലേശം ചേർക്കണമല്ലോ, എന്തെങ്കിലും വിഷത്തിൻ്റെതുണ്ടെങ്കിൽ പോവാലോ വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം, വേറെ വഴിയില്ല. നമ്മൾ സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഉച്ചയ്ക്കുള്ള ചോറിന് ഇന്നേക്ക് ഉച്ചയ്ക്ക് രസവും പരിപ്പ് വടയാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കണത്. സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ് ഇന്നേക്ക്. അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഞാൻ ചമ്പളിക്കുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യണത്. നിങ്ങളിതിന് ഉപ്പ് എരിവൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അധികം എരിവ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാനിന്ന് ഞങ്ങൾക്ക് ഇത്രയും മതി, എരിവൊന്നും മതി. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ തന്നെയാണ് ഇത് ചെറുതാക്കി തട്ടിയിട്ട് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിൽ എങ്ങനെയും ആവാതിരിക്കില്ല. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടി ഇവിടെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്. അതിന് ടേസ്റ്റ് കുറച്ച് കൂടും. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് ചിലപ്പോൾ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. എന്നാലും നമ്മൾക്ക് കുറച്ച് വലിപ്പത്തിലൊക്കെ വേണമെന്ന്. എൻ്റെ കൈ ചെറിയ കൈയായതുകൊണ്ട് എനിക്കിത് കയ്യിൽ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ, ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് ഇടുകയാണ്. ഇതില്ലേ കൈ പൊള്ളാൻ നോക്കിക്കോളുണ്ട്. കൈ നല്ല വലിയ കൈയൊക്കെ ആണെങ്കിൽ നല്ല വലിയതിൽ വരും. പിന്നെ ചിലർ ഈ കയ്യിലിൻ്റെ ബാക്കിലൊക്കെ വെച്ച് ചെയ്യും. എനിക്ക് അങ്ങനെ ചെയ്യാനറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചെറുതായിട്ട് മതി, നമ്മൾക്ക് കഴിക്കലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കെ. കയ്യിലേക്ക് എണ്ണ തെറിക്കാൻ നോക്കിക്കോളുണ്ടു. ഇടണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. ഇതെങ്ങനെ ഉണ്ടോ നോക്കണ്ട. വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ചട്ടുകത്തിൽ. അത് കുറച്ച് തെറുക്കിന് കണ്ടില്ലേ, നോക്കിയിട്ട് ചെയ്യണം. അല്ലാതെ തീ നമ്മൾ കുറച്ചൊന്ന് കമ്മിയാക്കി നോക്കാം. തീ നിറയേതുകൊണ്ടോ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് കാണാനേ ഇല്ല. വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതാണ് തെറിക്കണത്. കണ്ടില്ലേ, കരിയാതെ നമ്മൾ പെട്ടെന്ന് മറച്ചിടണം. സ്ലോ ചെയ്ത് ശരിക്കും തീ നല്ല സ്ലോയിൽ വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്ലോ ചെയ്ത് വെക്കണം, നല്ലതാണ്.
തീ കുറച്ച് കമ്മിയാക്കി വെച്ചോളൂ. തീ കമ്മിയാക്കി വെച്ചോളൂ. അപ്പോൾ കുറച്ച് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ തീ കുറച്ച് കമ്മിയായിട്ട് ഇരുന്നാൽ നന്നായിട്ടുണ്ടാവുള്ളൂ. പിന്നെ കരിയൂല, നമുക്ക് കുറച്ച് ടൈമും കിട്ടും മറയ്ക്കാനൊക്കെ. തീ കമ്മിയായിട്ട് വെച്ചിട്ട് നന്നായിട്ട് സ്ലോയിൽ വേവിക്കാം. ചോറിൻ്റെ കൂടെ ചോറ്, രസം, സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, നന്നായിട്ടുണ്ടാവും. വേറെ ഇതിൽ അഡീഷണലായിട്ട് ഒരു മസാലയും ഇല്ല. അതിൽ വെറും മസാല എന്ന് പറയാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം. മെയിനായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ടുള്ളത്. ഇതാ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട്, നല്ല ടേസ്റ്റ്, നല്ല മുറും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ചൂട്, നന്നായിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നന്നായിട്ടുണ്ടാവും. 4 മണി ചായക്ക് കൂടെ കഴിക്കാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകൊണ്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ മകൻ എന്തൊന്നും എടുത്തു കൊടുക്കണം. അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും കഴിക്കണമെന്നിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്താ മമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവനൊന്ന് എടുത്ത് കൊടുക്കണം, കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയട്ടെ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ടോ? അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഇതാണ്, സ്നാക്സാണ്. രസത്തിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.